നമസ്കാരം, തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം. ഓസ്ട്രേലിയയിലെ തൊഴിൽ ക്ഷാമത്തിന്റെ 51% നിർമ്മാണവും ട്രേഡ് ജോലികളും എന്ന മേഖലയിലാണ്. ഭവന നിർമ്മാണ രംഗത്തെ കുതിച്ചുചാട്ടം കാരണം ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സ്, കാർപ്പന്റേഴ്സ്, ബ്രിക്ക്ലേയേഴ്സ്, ആശാരിമാർ, കൽപ്പണിക്കാർ എന്നിവർ, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജേഴ്സ്, മെക്കാനിക്കുകൾ, വെൽഡർമാർ എന്നിവർക്ക് വലിയ ഡിമാൻഡുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാൻ വൈറ്റ് കാർഡ്, കൺസ്ട്രക്ഷൻ ഇൻഡക്ഷൻ ട്രെയിനിങ് നിർബന്ധമാണ്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ തസ്തികയിൽ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം അതാത് സംസ്ഥാനങ്ങളിലെ ലൈസൻസ് പരീക്ഷകൾ എഴുതി പാസ്സാകേണ്ടതുണ്ട്. ലൈസൻസ് പരീക്ഷ എഴുതാതെ ജോലി കിട്ടുമോ എന്ന സംശയത്തിനുള്ള ഉത്തരം കൂടി പറയാം. ഇലക്ട്രീഷ്യൻ, പ്ലംബർ തുടങ്ങിയ ജോലികൾക്ക് ഓസ്ട്രേലിയയിൽ എ ഗ്രേഡ് ലൈസൻസ് നിർബന്ധമാണ്. എന്നാൽ ലൈസൻസ് നേടുന്നതുവരെ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഉള്ള മെയിൻ ഇലക്ട്രീഷ്യൻ്റെയോ പ്ലംബറുടെയോ കീഴിൽ ട്രേഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ജീവനക്കാരനായി ജോലി ചെയ്യാം. നിങ്ങൾ ചെയ്യുന്ന ജോലികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മുകളിലുള്ള ലൈസൻസ് ഉള്ള വ്യക്തിക്കായിരിക്കും. ലൈസൻസ് ആവശ്യമില്ലാത്ത ട്രേഡ് ജോലികൾ വെൽഡർമാർ എന്നിവരാണ്. ചില പ്രത്യേക സർട്ടിഫിക്കേഷനുകൾ ആവശ്യമുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ലൈസൻസ് പരീക്ഷകൾ ആവശ്യമില്ല. മെക്കാനിക്കുകൾ, ചില സംസ്ഥാനങ്ങളിൽ ലൈസൻസ് വേണമെങ്കിലും, ഉദാഹരണത്തിന് ന്യൂ സൗത്ത് വെയിൽസിൽ ഇവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. ലൈസൻസ് ആവശ്യമില്ലാത്ത ട്രേഡ് ജോലികൾ വെൽഡർമാർ, ചില പ്രത്യേക സർട്ടിഫിക്കേഷനുകൾ ആവശ്യമുണ്ടെങ്കിലും കൺസ്ട്രക്ഷൻ ലൈസൻസ് പരീക്ഷകൾ ആവശ്യമില്ല. മെക്കാനിക്കുകൾ, ചില സംസ്ഥാനങ്ങളിൽ ലൈസൻസ് വേണമെങ്കിലും, ഉദാഹരണത്തിന് ന്യൂ സൗത്ത് വെയിൽസ്, ക്വീൻസ്ലാൻഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേക ലൈസൻസ് പരീക്ഷകൾ ഇല്ലാതെ ജോലി ചെയ്യാം. കൽപ്പണിക്കാർ, ആശാരിമാർ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ലൈസൻസ് ആവശ്യമില്ലാത്ത വലിയ കമ്പനികൾക്ക് കീഴിൽ സാധാരണ തൊഴിലാളിയായി ജോലി ചെയ്യാം. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജർമാർ, ഇവർക്ക് ടെക്നിക്കൽ ലൈസൻസ് ആവശ്യമില്ല. മാനേജ്മെന്റ് യോഗ്യതയും പരിചയവും മാത്രം മതിയാകും. ഇനി ലൈസൻസ് ഇല്ലാതെ ജോലി ചെയ്യുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ: ശമ്പളക്കുറവ്. ലൈസൻസ് ഉള്ള ഒരു പ്രൊഫഷണലിന് ലഭിക്കുന്ന അത്രയും ഉയർന്ന ശമ്പളം ലൈസൻസ് ഇല്ലാത്ത അസിസ്റ്റന്റുമാർക്ക് ലഭിക്കില്ല. വൈറ്റ് കാർഡ്, ലൈസൻസ് പരീക്ഷ എഴുതിയില്ലെങ്കിലും കൺസ്ട്രക്ഷൻ സൈറ്റിൽ കയറാൻ വൈറ്റ് കാർഡ് എന്ന ഏകദിന സുരക്ഷാ കോഴ്സ് പാസ്സാകേണ്ടത് നിർബന്ധമാണ്. പിന്നെ വിസ ലഭിക്കാൻ ലൈസൻസ് വേണോ? ഓസ്ട്രേലിയൻ വിസ ലഭിക്കുന്നതിന് ലൈസൻസ് പരീക്ഷ പാസ്സാകേണ്ടതില്ല. ഇന്ത്യയിലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളും പരിചയവും വെച്ച് TRA ട്രേഡ് റെക്കഗ്നിഷൻ ഓസ്ട്രേലിയ അസസ്മെന്റ് പൂർത്തിയാക്കിയാൽ വിസയ്ക്ക് അപേക്ഷിക്കാം. TRAയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷമാണ് ലൈസൻസ് പരീക്ഷകൾ എഴുതേണ്ടത്. ഓസ്ട്രേലിയയിൽ ഇലക്ട്രീഷ്യൻ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: പ്രാരംഭ ജോലികൾക്ക് പ്രതിവർഷം $28,000, അതായത് 26 ലക്ഷം രൂപ മുതൽ ആരംഭിക്കുകയും പരിചയസമ്പന്നർക്ക് അത് 2,15,000 വരെ ഉയരുകയും ചെയ്യുന്നു. ലൈസൻസ് ജോലി ചെയ്യുന്ന സംസ്ഥാനത്തിനനുസരിച്ച് ഓസ്ട്രേലിയൻ ഇലക്ട്രിക്കൽ ലൈസൻസ് നേടിയിരിക്കണം. വിദേശ യോഗ്യതയുള്ളവർക്കുള്ള പ്രക്രിയകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പ്രധാന വെബ്സൈറ്റുകൾ, തൊഴിലവസരങ്ങൾ എന്നിവ പരിശോധിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും സീക്ക്, അഡൂസന, കരിയർ 1 എന്നീ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം. പെയിന്റർമാർക്ക് പുറമെ ഓസ്ട്രേലിയയിൽ കൺസ്ട്രക്ഷൻ, മെക്കാനിക്കൽ മേഖലകളിൽ കടുത്ത തൊഴിലാളി ക്ഷാമമുണ്ട്. അതിനാൽ പ്ലംബർമാർ, ആശാരിമാർ, വെൽഡർമാർ, പ്രോജക്റ്റ് മാനേജർമാർ തുടങ്ങിയ തസ്തികകളിലേക്ക് വിസ സ്പോൺസർഷിപ്പോടെ ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ തസ്തികകൾ ഓസ്ട്രേലിയയുടെ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവയാണ്. വിവിധ തസ്തികകളിലെ ഏകദേശ ശമ്പള വിവരങ്ങളും ആവശ്യമായ യോഗ്യതകളും ഇങ്ങനെയാണ്. പ്ലംബർമാർ, ശരാശരി ശമ്പളം മണിക്കൂറിന് $50 മുതൽ $55 വരെ, അതായത് ഏകദേശം പ്രതിവർഷം 80,000 മുതൽ $1,45,000, അതായത് ഏകദേശം ഇന്ത്യൻ രൂപയുമായി തട്ടിച്ചു നോക്കുമ്പോൾ 1 കോടിയിലേറെ വാർഷിക ശമ്പളം ലഭിക്കും. പ്ലംബിംഗ് യോഗ്യത സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷാ വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം, IELTS അല്ലെങ്കിൽ PTE. ഇൻഡീഡ് പ്ലംബർ സ്പോൺസർഷിപ്പ് എന്നതിലും സീക്ക് പ്ലംബർ ജോബ്സ് എന്നീ പ്ലാറ്റ്ഫോമുകളിൽ കമ്പനികൾ നേരിട്ട് സ്പോൺസർഷിപ്പ് നൽകുന്നുണ്ട്. ആശാരിമാർ, ശരാശരി ശമ്പളം പ്രതിവർഷം $85,000 മുതൽ $1,10,000 വരെ ലഭിക്കും. സർട്ടിഫിക്കറ്റ് 3 in കാർപ്പൻട്രി അല്ലെങ്കിൽ തത്തുല്യ വിദേശ യോഗ്യത ആവശ്യമാണ്. ഓസ്ട്രേലിയൻ വൈറ്റ് കാർഡ്, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാനുള്ള അനുമതി ഉണ്ടായിരിക്കണം. ഇൻഡീഡ് കാർപ്പൻ്റർ ജോബ്സ്, സീക്ക് കാർപ്പൻ്റർ ജോബ്സ് എന്നിവ വഴി സിഡ്നി, ബ്രിസ്ബേൺ തുടങ്ങിയ നഗരങ്ങളിലെ പ്രോജക്റ്റുകളിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. പിന്നെ കൽപ്പണിക്കാർ, മേസൺമാർ എന്നിവർക്ക് ശരാശരി ശമ്പളം വരുന്നത് $70,000 മുതൽ $95,000 വരെയാണ് പ്രതിവർഷം. ആവശ്യമായത് കെട്ടിട നിർമ്മാണ മേഖലയിലുള്ള പരിചയ സമ്പന്നത, ഫിസിക്കൽ ഫിറ്റ്നസ് എന്നിവയാണ്.
ജോറ കൺസ്ട്രക്ഷൻ, ജോബ്സ് പോലെയുള്ള വെബ്സൈറ്റുകളിൽ റെസിഡൻഷ്യൽ കമ്പനികൾ വിസ സ്പോൺസർഷിപ്പ് വാഗ്ദാനം ചെയ്യാറുണ്ട്. പിന്നെ 4ാമത് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് മാനേജർമാരുടെ ഒഴിവുകളുണ്ട്. ശരാശരി ശമ്പളം വരുന്നത് പ്രതിവർഷം $1,20,000 മുതൽ $2,00,000 വരെയാണ്. പ്രതിവർഷം ശമ്പളമാണ് പറയുന്നത്. ആവശ്യമായത് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം, വലിയ പ്രോജക്റ്റുകൾ നിയന്ത്രിച്ചുള്ള വിദേശ പരിചയം, ഗ്ലാസ്ഡോർ ഓസ്ട്രേലിയ വഴി വലിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ മാനേജീരിയൽ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. പിന്നെ വെൽഡർമാർ, മെക്കാനിക്കുകൾ എന്നിവരുടെ ഒഴിവുകളുണ്ട്. ശരാശരി ശമ്പളം മണിക്കൂറിന് $40 മുതൽ $60 വരെയാണ്. സ്ട്രക്ചറൽ സ്റ്റീൽ ഫാബ്രിക്കേഷൻ, മോട്ടോർ ഡീസൽ മെക്കാനിക് യോഗ്യതകൾ ആവശ്യമാണ്. മൈനിങ്, കൺസ്ട്രക്ഷൻ മേഖലകളിലേക്ക് വെൽഡർമാരെയും മെക്കാനിക്കുകളെയും സീക്ക് വെൽഡർ സ്പോൺസർഷിപ്പ് വഴി വൻതോതിൽ നിയമിക്കുന്നുണ്ട്. ഇവിടെ അപേക്ഷിക്കുന്നതിന് വേണ്ടി റെസ്യൂം നൽകുക. ഓസ്ട്രേലിയൻ ഫോർമാറ്റിലുള്ള CV തയ്യാറാക്കണം. സ്കിൽസ് അസസ്മെൻറ്റ്, നിങ്ങൾ ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കുന്നത് അതിന് ഓസ്ട്രേലിയൻ അതോറിറ്റിയുടെ, ഉദാഹരണത്തിന് TRA ട്രേഡ്സ് റെക്കഗ്നിഷൻ ഓസ്ട്രേലിയയുടെ അംഗീകാരം വേണം. വിസ ഓപ്ഷൻസ്, സാധാരണയായി ഇത്തരം തസ്തികകളിലേക്ക് TSS സബ് ക്ലാസ് 482 വിസ വഴിയാണ് കമ്പനികൾ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നത്. ഈ തസ്തികകളിലുള്ളവർക്ക് വിസ ലഭിക്കാനും ഭാവിയിൽ സ്ഥിര താമസാനുമതി നേടാനും വളരെ എളുപ്പമാണ്. പിന്നെ കാർപ്പൻറ്റേഴ്സ്, അതുപോലെ തന്നെ ഫ്രെയിമിംഗ്, ഇൻറ്റീരിയർ ജോലികൾക്ക് കടുത്ത ക്ഷാമമുണ്ട്. പ്ലംബർമാരുടെ ഒഴിവുകളുണ്ട്. കമേഴ്സ്യൽ, റെസിഡൻഷ്യൽ മേഖലകളിൽ ഉയർന്ന വേതനം ലഭിക്കുന്ന ജോലിയാണ്. കൽപ്പണിക്കാരുടെ ഒഴിവുകൾ, ഭവന നിർമ്മാണ മേഖലയിൽ വലിയ ഡിമാൻഡ്. വെൽഡേഴ്സ് ആൻഡ് മെറ്റൽ ഫാബ്രിക്കേറ്റേഴ്സ്, വെൽഡർമാർ. ഫാക്ടറികളിലും മൈനിങ് സൈറ്റുകളിലും ഒഴിവുകൾ ധാരാളമുണ്ട്. മോട്ടോർ മെക്കാനിക്സ്, മെക്കാനിക്കുകൾ, ഹെവി വെഹിക്കിൾ, ഡീസൽ മെക്കാനിക്കുകൾ എന്നിവർക്ക് വിസ സ്പോൺസർഷിപ്പ് എളുപ്പത്തിൽ ലഭിക്കും. ഇന്ത്യയിൽ നിന്നുള്ളവർ ലൈസൻസുള്ള ട്രേഡ് ജോലികൾക്കായി ഓസ്ട്രേലിയയിലേക്ക് പോകുന്നതിന് ചില നിർബന്ധിത ഘട്ടങ്ങളുണ്ട്. ട്രേഡ്സ് റെക്കഗ്നിഷൻ ഓസ്ട്രേലിയ, TRAയുടെ അസസ്മെൻറ്റ്, നിങ്ങളുടെ ITI, ഡിപ്ലോമ അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളും പ്രവൃത്തി പരിചയവും യഥാർത്ഥമാണെന്ന് TRA വഴി തെളിയിക്കണം. സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ കുറഞ്ഞത് 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ഇല്ലെങ്കിൽ 6 വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. പ്രാക്ടിക്കൽ ഇൻ്റർവ്യൂ, ചില തസ്തികകൾക്ക്, ഉദാഹരണത്തിന് ഇലക്ട്രീഷ്യൻ, വെൽഡർ എന്നിവർക്ക് ഓൺലൈൻ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ടെസ്റ്റുകൾ ഉണ്ടാകും. ഇംഗ്ലീഷ് യോഗ്യത IELTS പരീക്ഷയിൽ കുറഞ്ഞത് 5.5 അല്ലെങ്കിൽ PTE പരീക്ഷയിൽ 43 സ്കോറെങ്കിലും നേടിയിരിക്കണം. നിലവിലുള്ള ഒഴിവുകൾ എവിടെയാണ് നോക്കേണ്ടത് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ തൊഴിൽ പോർട്ടലുകളായ സീക്ക് ട്രേഡ്സ്, ഇൻഡീഡ് ഓസ്ട്രേലിയ, ഗവൺമെൻറ് സൈറ്റായ വർക്ക്ഫോഴ്സ് ഓസ്ട്രേലിയ എന്നിവയിൽ ട്രേഡ് വിസ സ്പോൺസർഷിപ്പ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ 482 വിസ എന്ന് സെർച്ച് ചെയ്ത് നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഇവയുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. കൂടുതൽ തൊഴിൽ വാർത്തകളുമായി വീണ്ടും വരാം. തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.